സാർ ഇവിടെ സാറല്ല ഇങ്ങോട്ട് വന്നാൽ സാർ ഇങ്ങോട്ട് വന്നു നിർമ്മാണത്തില് വ്യക്തമായ അപാകതയാണ്, അശാസ്ത്രീയ നിർമ്മാണമാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിച്ചതിലും അതുപോലെ തന്നെ ഈ വയല് ഇവിടെ സത്യത്തിൽ ഇങ്ങനെയല്ല നിർമ്മിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും ഇതിനായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിക്കാരും നേരത്തെ അധികാരികളെ അറിയിച്ചതാണ്. നിയമസഭയിലും അതുപോലെ ജില്ലാ വികസന സമിതി യോഗങ്ങളിലും മരാമത്ത് വകുപ്പിൻ്റെ യോഗങ്ങളിലും എല്ലാം അവിടുത്തെ ജനപ്രതിനിധികൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടിയതാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും, ആർക്കും മനസ്സിലാവും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആർക്കും തിരിയും. ഇത് വലിയ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ ആവശ്യമില്ല. നിർമ്മാണത്തിൽ ശക്തിയായ അപാകതകളാണ്, ഉത്തരമില്ലാത്ത അപാകതകളാണ്. അത് ഉത്തരവാദികളായവരെ നടപടി സ്വീകരിക്കണം. അതാണ് കേരളത്തിലെ പ്രതിപക്ഷം, ഇവിടുത്തെ ജനപ്രതിനിധികൾ, രാജ്യത്തെ പ്രതിപക്ഷം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ കെ.സി. വേണുഗോപാൽ ഇവിടെ വന്ന് സന്ദർശനം നടത്തി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി കമ്മിറ്റി യോഗം ചേർന്ന് അവരുടെ വിശദീകരണം കേട്ട് അവരതിർത്തി ബന്ധപ്പെടുത്തി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെ ന്യായീകരിക്കുന്ന നടപടിയായിട്ടാണ് മുന്നോട്ടുള്ളത്. ഇത് പരാതികളും അപാകതകളും ചൂണ്ടിക്കാട്ടിയ കെ.സി. വേണുഗോപാലിനെ വിമർശിക്കാനാണ് കേരളത്തിലെ മരാമത്ത് വകുപ്പ് മന്ത്രി സമയം ചെലവഴിക്കുന്നത്. അദ്ദേഹം ഈ കുഴിയാട് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല, വന്നിരിക്കാം. കുഴിയാട് കേരളത്തിലല്ലേ, കോഴിക്കോടിനും സമീപത്തല്ലേ, അതേ ബേപ്പൂരിൻ്റെ ജനപ്രതിനിധിയല്ലേ. എത്രയോ വട്ടം ഈ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ആ അവകാശവാദങ്ങൾ തകർന്നു വീണപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചാൽ ജനങ്ങൾ വിടില്ല. ജനങ്ങൾക്കിത് മനസ്സിലാവും. വലിയ അപാകതയാണ്, നിരുത്തരവാദപരമായ പ്രവർത്തനമാണ്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഉത്തരവാദികളെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരും. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. UDFും കോൺഗ്രസ് പാർട്ടിയും അതിശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട്. ഈ നിലമ്പൂരിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് ദേശീയപാത. പല വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. കാരണം അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തെറ്റായ സമീപനങ്ങളുടെയും നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെയും ഒരു അടയാളമാണ്. ദേശീയപാത ഒരു സ്ഥലത്തല്ല. ഇവിടെയാണ് ഏറ്റവും വലിയ പരിക്ക് പറ്റിയെങ്കിൽ ഇത് വടക്കം തുടങ്ങി തെക്ക് വരെ വലിയ മഴ പെയ്തില്ല. കനത്ത മഴയോ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഉണ്ടായില്ല. ഒറ്റ മഴയ്ക്ക്, ആദ്യത്തെ മഴയ്ക്ക് തന്നെ തകർന്നു പോയി. ഇതിൻ്റെ അശാസ്ത്രീയത ഇതിനേക്കാൾ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ആരാ ഉത്തരവാദി? അവകാശവാദങ്ങൾ ഉന്നയിച്ചവരാണ്, അധികാരത്തിലിരിക്കുന്നവരാണ്, അവനവൻ്റെ യോഗം വിളിച്ചു നോക്കുന്നു പറഞ്ഞവരാണ്, സമയം നിഷ്കർഷിച്ച് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നു പറഞ്ഞവരാണ്. അവർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി. അവരിപ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ അതൊരിക്കലും വിലപ്പോകില്ല. അത് അംഗീകരിക്കണം. ഈ രാജ്ഭവൻ RSS കേന്ദ്രമാണെന്നുള്ള ആക്ഷേപമുണ്ടല്ലോ. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്. സാധാരണഗതിയിൽ ഗവർണർമാരൊക്കെ ഓപ്പണായിട്ട് അവർ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യലല്ലാതെ ക്യാൻവാസിങ്ങിനോ പ്രചരണത്തിനോ പരിപാടികൾക്കോ അവർ മുതിരിടും. അതിൻ്റെ ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വില കുറയ്ക്കണം. ശരി, ഈ PV അൻവർ പറഞ്ഞിരിക്കുന്നത് UDFിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ഒക്കെ തന്നെ വേണമെന്നുള്ളതാണ്. അതിനെങ്ങനെ കാണുന്നത്? ബലമായിട്ട് പ്രവേശിക്കാൻ പറ്റുമോ? ഈ വനം വകുപ്പും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നത് രണ്ട് വകുപ്പ് ഞാൻ നോക്കിയിരിക്കുന്ന വകുപ്പ് ആർക്കും വിട്ടുകൊടുക്കില്ല.